ഹൈക്കോടതിയിൽ കോൺഗ്രസുകാർ തമ്മിലടിയും കോൺഗ്രസുകാർ എന്താണ് സർക്കാർ പ്ലീഡർ നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട് എന്നും പറയുമ്പോൾ അതിൻ്റെ ഈ കോൺഗ്രസിന്റെ നീതികേട് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താരതമ്യേന ഒരു ജൂനിയർ വക്കീല് ലോയേഴ്സ് കോൺഗ്രസുമായി അടുത്ത ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു ബിനാമിയുടെ അടുത്ത സുഹൃത്താണ് അനൂപ് വി. നായർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്. ആ അഡ്വക്കേറ്റ് മുഖാന്തരമാണ് കോടതികളിൽ കാശ് പിരിക്കുന്നത്. സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ 15 ലക്ഷം രൂപയും ബയോഡേറ്റയും തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഗവൺമെന്റ് പ്ലീഡർ ആക്കാം എന്നാണ് വാഗ്ദാനം. അങ്ങനെ കുറെ ആളുകൾ കാശ് കൊടുത്തു, ബയോഡേറ്റയൊക്കെ കൊടുത്തു. അവസാനം നിയമനം വൈകിയപ്പോൾ സംഗതി വാർത്തയുമായി. ഈ സർക്കാർ പ്ലീഡർമാർ 130ഓളം പോസ്റ്റുണ്ട്. 130ഓളം അഭിഭാഷകരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ വിപുലമായ സംവിധാനമാണ് സർക്കാർ പ്ലീഡർ സംവിധാനം. ഇതിനകത്ത് ഏകദേശം 32 അഭിഭാഷകർ മുസ്ലിം ലീഗിൽ നിന്നാണ് വരേണ്ടത്. നിലവിൽ 80 സർക്കാർ പ്ലീഡർമാരെ നിയമിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 8 ലീഗ് അഭിഭാഷകർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗ് അഭിഭാഷകർക്കിടയിൽ ലീഗിന്റെ ലോയേഴ്സ് കോൺഫറൻസ് ഫോറത്തിനിടയിൽ വലിയ അതൃപ്തിയാണ് നിലവിലുള്ളത്. കാരണം അവർക്ക് അർഹമായ വിഹിതം ലഭിച്ചിട്ടില്ല. യൂത്ത് ലീഗിലാകട്ടെ, MSF-ലാകട്ടെ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിലാകട്ടെ ധാരാളം അഭിഭാഷകർ ഈ പദവിക്ക് അർഹരാണെന്നും അവരെ കൂടി ഉൾപ്പെടുത്തി വേണം ഈ സർക്കാർ പ്ലീഡർമാരുടെ നിയമനം പൂർത്തിയാക്കേണ്ടതെന്നുമാണ് ലീഗിന്റെ വാദം. സാധാരണഗതിയിൽ ലീഗിന്റെ ജില്ലാ കമ്മിറ്റികൾ അതാത് ജില്ലയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി പാണക്കാട് തങ്ങൾക്ക് സമർപ്പിക്കുകയും പാണക്കാട് തങ്ങൾ അതിൽ നിന്ന് ഒരു മെയിൻ ലിസ്റ്റ് തയ്യാറാക്കി അവരെ നിയമിക്കുകയും ഒക്കെയാണ് പതിവ്. UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ബിനാമിയായ ഒരു നവാസ്, ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായ അബ്ദുറഹ്മാൻ പോലും അറിയാതെയാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാശ് പിരിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. ചില ഓൺലൈനുകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ഈ വാർത്ത വന്നുവെങ്കിലും ഹൈക്കോടതിയിൽ തന്നെ ഇടപെടുന്ന അഭിഭാഷകർ ഇങ്ങനെ നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഒരു നാണക്കേടുണ്ടാക്കുന്ന സമ്പ്രദായമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏതായാലും ലീഗുകാര് പൈസ പിരിക്കുന്ന കോൺഗ്രസ് അഭിഭാഷകരുടെ കുത്തിന് കയറി പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിയമവ്യവസ്ഥയിൽ പോലും അല്ലെങ്കിൽ നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിഭാഷകരെങ്കിലും ഈ കൈക്കൂലി, കോഴ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നിയമവ്യവസ്ഥയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം.